ഡാനി അവളുടെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി പുറകോട്ടൊന്ന് തള്ളി. ആ നോട്ടത്തിൽ അവൾ ഉരുകി ഒലിക്കുന്നത് പോലെ തോന്നി നന്ദുവിന്. അപ്പോഴാണ് താൻ എന്താ വിളിച്ചത് എന്ന ബോധം വന്നത്. അവൾ അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി. ഈശ്വര, ഇച്ചായൻ എന്നെ ജീവനോടെ വെച്ചാൽ മതിയായിരുന്നു. അറിയാതെ എൻ്റെ നാവിൽ സാറെന്ന് വന്നല്ലോ, അവൾ മനസ്സിൽ പറഞ്ഞുപോയി. എന്നാൽ നന്ദു ഡാനിയെ സാറെന്ന് വിളിച്ചതും ഡാനി അവളുടെ കൈ തട്ടി മാറ്റി പുറകോട്ട് തള്ളിയതും കലിപ്പിൽ അവളെ നോക്കിയതും എല്ലാം ജനിയിൽ സന്തോഷമാണ് ഉണ്ടാക്കിയത്. അവൾ ആ സന്തോഷത്തോടെ തന്നെ ഡാനിയെ ഒന്ന് നോക്കി. ഡാനി, ഇവളെ എന്തിനാ നീ എപ്പോഴും ചേർത്ത് പിടിക്കുന്നത്? എനിക്കതൊട്ടും ഇഷ്ടമല്ല, ജെനി കിട്ടിയ അവസരം വെച്ച് ചോദിച്ചു. അത് പറയാൻ നീ ആരാടി? ഇവളെൻ്റെ ഭാര്യയാണ്. ഇവളെ ഞാനല്ലാതെ പിന്നെ ആരാ ചേർത്ത് പിടിക്കുക? പിന്നെ ഇതൊക്കെ നീ എന്തിനാ നോക്കുന്നത്? ഡാനി പറഞ്ഞതും ജെനി നന്ദുവിനെ അടിമുടിയൊന്ന് നോക്കി. അപ്പോഴാണ് അവളുടെ കഴുത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഹിക്കിയുടെ പാടവൾ കണ്ടത്. അത് കാണേ ജെനിക്ക് നന്ദുവിനോട് വല്ലാത്ത പക തോന്നി. താൻ മോഹിച്ച സ്വത്തും സമ്പാദ്യവും ശരീരവുമാണ് ഡാനിയുടേത്. അത് നിന്നെ പോലെ ഒരുത്തി സ്വന്തമാക്കുന്നത് കണ്ടു നിൽക്കാൻ ഈ ജെനീഫറിന് കഴിയില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും നിന്നെ ഡാനിയിൽ നിന്നും ഞാൻ അകറ്റിയിരിക്കും. ഡാനി ഒരിക്കലും നിന്റേതാകില്ല. ഈ ജെനീഫർ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഡാനിയെ മുഴുവനായി അറിയുന്നുണ്ടെങ്കിൽ അത് ഈ ജെനീഫർ മാത്രമായിരിക്കും. ഒരിക്കലും ശ്രീനന്ദ ആയിരിക്കില്ല. അതിന് ഞാൻ അനുവദിക്കില്ല, ജെനി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമർഷത്തോടെ ഡാനിയെ നോക്കി പറഞ്ഞു. ഡാനി, ഇതൊരു ഓഫീസാണ്, നിന്റെ ബെഡ്റൂം അല്ല. അത് നീ ഓർക്കുന്നത് നല്ലതാ. അതിന് നിനക്കെന്താടി പുല്ലേ? എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാ? പിന്നെ നിന്നോട് ഇങ്ങോട്ട് വരാൻ ആരാ പറഞ്ഞത്? ജെനി പറഞ്ഞു തീരും മുന്നേ ഡാനിയുടെ മറുചോദ്യവും എത്തിയിരുന്നു. അത് ഞാൻ പറയാതെ നിനക്കറിയില്ലേ ഡാനി, ഞാൻ നിന്റെ ആരാണെന്ന്? ഇന്നലെ വന്ന ഇവളേക്കാൾ ഒരുപാട് മുന്നേ നീ സ്നേഹിച്ചിരുന്നതാണ് എന്നെ. നീ എൻ്റേത് മാത്രമാണ് എന്ന് വിശ്വസിച്ച് ജീവിച്ചവളാണ് ഈ ജെനീഫർ. അല്ലാതെ ഇവളെ പോലെ ഒരുത്തിക്കല്ല നിന്നെ പറഞ്ഞിട്ടുള്ളത്. ജെനി ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ഡാനിയെ നോക്കി പറഞ്ഞു. സോറി മിസ് ജെനീഫർ, താൻ പറഞ്ഞതെനിക്ക് മനസ്സിലായില്ല. ശ്രീനന്ദൻ്റെ ഭാര്യയാണ്, അല്ലാതെ കാമുകിയല്ല. പിന്നെ കുറച്ചു മുന്നേ താനെന്തോ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി ജീവിച്ചതെന്ന്. അങ്ങനെ ഒരാളെ എനിക്കറിയില്ല. പിന്നെ താൻ ആർക്കു വേണ്ടി ജീവിച്ചാലും എനിക്കൊരു പുല്ലുമില്ല. ശ്രീനന്ദ മാത്രമേ ഡാനിയുടെ ജീവിതത്തിൽ ഇനിയുള്ളൂ, ഇനിയുണ്ടാവുകയുമുള്ളൂ. പിന്നെ നീ എന്താ നേരത്തെ പറഞ്ഞേ? ഇത് ബെഡ്റൂം അല്ല എന്ന്. ഞാനും എൻ്റെ പെണ്ണും ഒറ്റക്ക് നിൽക്കുന്നിടം അത് എവിടെയാണെങ്കിലും എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും. അത് ചോദ്യം ചെയ്യാൻ ഏത് പന്നമോളും വരണ്ട. പിന്നെ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നേരിട്ട് കണ്ടോ. അതും പറഞ്ഞ് ഡാനി നന്ദുവിനെ തന്നിലേക്ക് വടിച്ചടുപ്പിച്ചുകൊണ്ട് അവളുടെ അതരങ്ങളിൽ ആഴത്തിൽ ചുംബിച്ചു. ജെനി തറഞ്ഞു നിന്നുപോയി. ഡാനിയിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കം ജെനി പ്രതീക്ഷിച്ചിരുന്നില്ല. നന്ദു ഒന്ന് കുതറാൻ ശ്രമിച്ചതും ഡാനി അവളുടെ ഇടുപ്പിൽ വേദനിക്കും വിധം അമർത്തി ഞെരിച്ചു. നന്ദു ഒന്ന് പിഴഞ്ഞുപോയി. അവളും ഇങ്ങനെ ഒരു പ്രവൃത്തി അവനിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ ഒരു വെപ്രാളവും നന്ദുവിലും ഉണ്ടായിരുന്നു. ഡാനിയാണെങ്കിൽ ഒന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന പോലെയാണ് ആവേശത്തോടെ അവളുടെ അതരങ്ങൾ നുണഞ്ഞെടുക്കുന്നത്. ആരോടോ ഉള്ളൊരു വാശി പോലെയുമുണ്ട്. നന്ദുവിനെ പ്രണയത്തോടെ ചുംബിക്കുന്ന ഡാനിയെ കണ്ടതും ജെനിയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയിരുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് ഡെക്കോർ എടുത്ത് നന്ദുവിനെ അടിക്കാൻ ആഞ്ഞതും ഡാനി അവളെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് നന്ദുവിനെ ഒന്നുകൂടെ വരിഞ്ഞു മുറുകി. ഡാനി ഊക്കോടെ തള്ളിയത് കൊണ്ട് തന്നെ ജെനി പുറകിലേക്ക് വീണിരുന്നു. കുറച്ച് സമയത്തെ ചുംബനത്തിനു ശേഷം പതിയെ നന്ദുവിൻ്റെ ആദരങ്ങളിൽ നിന്നും ഡാനി അടർന്നു മാറി. നന്ദുവിന് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾ നെഞ്ചിൽ കൈവച്ച് ആഞ്ഞ് ശ്വാസം വലിച്ചു. അത് കാണെ ഡാനിക്ക് അവളോട് പാവം തോന്നി. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവളോട് ദേഷ്യമുണ്ടായിരുന്നു. ഇത് നീ ചോദിച്ചു വാങ്ങിയതാണ്. എന്താ നീ വിളിച്ചത്? സാറെന്നോ? ഇനി ഇങ്ങനെ ആവർത്തിച്ച ഇതുപോലെ ആയിരിക്കില്ല എൻ്റെ പ്രതികരണം. ജെനി കേൾക്കാത്ത വിധം നന്ദുവിൻ്റെ കാതോരം വന്ന് മൊഴിഞ്ഞു.
അത് കേട്ട് നന്ദു ദയനീയമായി ഡാനിയെ നോക്കി. അവൻ കണ്ണിറുക്കി കാണിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ട് ജെനി ഭ്രാന്ത് പിടിച്ച് നിൽക്കുവായിരുന്നു. ജെനിക്ക് മുന്നിൽ തനിക്കെല്ലാം ശ്രീയാണ് എന്ന് കാണിക്കാൻ ചെയ്തതാണ് ഡാനി. ഡാനി പുഞ്ചിരിയോടെ നന്ദുവിനെ ചേർത്ത് പിടിച്ച് മുതുകിൽ തലോടിക്കൊടുത്തു, നിറഞ്ഞ വാത്സല്യത്തോടെ. ഡാനി ജെനിയെ നോക്കിയപ്പോൾ വീണെന്ന് എണീക്കാൻ ശ്രമിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ തങ്ങളെ പകയോടെ വീക്ഷിക്കുന്നതാണ് കണ്ടത്. അതുകൂടെ കണ്ടതും ഡാനി നന്ദുവിൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. അവിടെ തൻ്റെ നാവിനാൽ ഒഴിഞ്ഞെടുത്തു. നന്ദു ഒന്ന് സ്റ്റെക്കായി അവനെ വന്ന് നോക്കി. അതിനവൻ ഇരു കണ്ണുകളും അടച്ചു കാണിച്ചു. എന്നിട്ട് ഡാനി പതിയെ ജെനിയുടെ അടുത്തേക്ക് പോയി. പോകുന്ന പോക്കിൽ നന്ദു ഡാനിയുടെ കൈകളിൽ പിടിച്ച് തടയാൻ നോക്കിയതും ഡാനി ദേഷ്യത്തോടെ നന്ദുവിനെ ഒന്ന് നോക്കി. ആ നിമിഷം തന്നെ അവളുടെ കൈകൾ താനെ അയഞ്ഞു പോയിരുന്നു. മുന്നോട്ട് പോയ ഡാനി തറയിൽ വീണ് കിടന്ന് ജെനിക്ക് നേരെ മുട്ടുകുത്തിയിരുന്നു. നിനക്ക് ഭ്രാന്തുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റൽ കാണിച്ച് അസുഖം ഭേദമാക്കാൻ പെട്ടെന്ന് നിന്റെ മമ്മിയോടും ഡാഡിയോടും പറയണം. അല്ലാതെ എൻ്റെയോ എൻ്റെ പെണ്ണിൻ്റെയോ നേർക്ക് മെക്കിട്ട് കയറാൻ നീ വന്ന. നിനക്ക് ഡാനിയൽ ഡേവിഡിനെ ശരിക്കറിയില്ല. കൊന്നു തള്ളും നിന്നെ ഞാൻ, അതും ആരും അറിയുക പോലും ചെയ്യാതെ. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ജെനിയെ നോക്കി പറഞ്ഞതും ജെനിയും അതേ ഭാവത്തിൽ അവനെ തിരികെ നോക്കി. ഡാനി, നിന്നിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എനിക്കാണ്. നിന്റെ ആദ്യ പ്രണയം ഞാനാണ്. നിന്നെയും ഞാൻ പ്രണയിച്ചതാണ്. നീ എന്നെ ചതിച്ചുകൊണ്ട് ഇവളുടെ കഴുത്തിൽ മിന്നുകെട്ടി. അതും ഞാൻ സഹിച്ചു. പക്ഷെ ഒരിക്കലും നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ ഈ ജെനീഫർ ജീവനോടെയുള്ളപ്പോൾ അനുവദിക്കില്ല. അങ്ങനെ ജീവിച്ചാൽ നിങ്ങളിൽ ഒരാൾ മാത്രമേ ജീവനോടെ ഉണ്ടാകൂ. ഇത് നീ ഓർത്തു വെച്ചു. ജെനി പകയോടെ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ഡാനിയുടെ കൈകൾ ഉയർന്നു താഴ്ന്നിരുന്നു. എൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ നീ ആരാടി പുല്ലേ? എന്നെ നീ പഠിപ്പിക്കുന്നോ? എന്നെ നീ ഭീഷണിപ്പെടുത്തുന്നോ? എണീറ്റ് പോടി. പണവും സമ്പത്തും ആരുടെ കയ്യിലുണ്ടോ അവരുടെ പിന്നാലെ മണപ്പിച്ച് നടക്കുന്ന നിന്നെ പോലൊരു കൊടിച്ചിപ്പട്ടിയുടെ പേര് എൻ്റെ പേരിനൊപ്പം നീ ഇനി പറഞ്ഞോ? ഡാനി നേരത്തെ പറഞ്ഞത് ചെയ്ത് കാണിക്കും. എനിക്കതിന് ഒരു മടിയുമില്ല. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക്, ഇല്ലെങ്കിൽ നിനക്ക് അറിയില്ല എന്നെ. പിന്നെ ശ്രീനന്ദ, അവൾ എൻ്റെ ഭാര്യയാണ്. ഞാൻ വാടകയ്ക്കെടുത്ത് കൊണ്ടുവന്നൊരു സാധനമല്ല. മനസ്സിലായോ പുല്ലേ നിനക്ക്? നിനക്കതൊന്നും ഒരിക്കലും മനസ്സിലാകില്ല. മേലിൽ എൻ്റെ പെണ്ണിന് നേരെ നിന്റെ ശബ്ദം ഉയരരുത്. ഉയർന്നാൽ. ഡാനി ഒരു താക്കീതോടെ ജെനിയെ നോക്കി പറഞ്ഞു. അവിടെ നിന്നും എണീറ്റ് നന്ദുവിൻ്റെ അടുത്തേക്ക് വന്ന് നന്ദുവിൻ്റെ കൈയും പിടിച്ച് ജെനിക്ക് മുന്നിൽ വന്നു നിന്നു. ആ നിമിഷം തന്നെ ഡോറ് തുറന്ന് സാം അകത്തേക്ക് വന്നിരുന്നു. ജെനി നന്ദുവിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഡാനിയുടെ കൈകൊണ്ട് അവമാനത്താൽ തലവെട്ടിച്ച് തിരിച്ചതും വാതിൽക്കൽ നിന്ന് തന്നെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുന്ന സാമിനെയാണ് കണ്ടത്. ജെനി ഒന്നും മിണ്ടാതെ തറയിൽ നിന്നും മെല്ലെ എണീറ്റ് ക്യാബിൻ ഡോറിനടുത്തേക്ക് നടന്നതും സാം അവൾക്ക് മുന്നിൽ കൈകൾ തടസ്സമായി വെച്ചിരുന്നു. എന്താടാ, മുന്നിൽ നിന്ന് കൈയെടുക്കടാ. ജെനി അത്യധികം ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. ഡാനി പറഞ്ഞത് നീ കേട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അതനുസരിക്കുക എന്നത് മാത്രമേ നിന്റെ മുന്നിലൊരു വഴിയുള്ളൂ. വെറുതെ നീ അവൻ്റെ ശത്രുത പിടിച്ചു വാങ്ങി നിനക്ക് തന്നെ പണിയുണ്ടാക്കരുത്. നാണം തോന്നുന്നില്ലേ നിനക്ക് ഇങ്ങനെ ഏത് പണമുള്ളവൻ്റെയും പിന്നാലെ നടക്കാൻ? പിന്നെ ഡാനി നിന്നെ കൊന്നു തള്ളുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള പറച്ചിൽ വിശ്വസിക്കുന്നില്ല. അവർക്കിടയിൽ നീ ശല്യമായി വന്നു എന്നെനിക്ക് തോന്നിയ പിന്നെ അടുത്ത നിമിഷം ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല നീ. സാം അത് പറഞ്ഞതും ജെനി അവനെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ പോയതും സാം നന്ദുവിനെയും ഡാനിയെയും അടിമുടിയൊന്ന് നോക്കി. അവൻ്റെ നോട്ടം കണ്ട് ഡാനിക്ക് അങ്ങ് വിറഞ്ഞു കയറി. എന്തോരാക്കിയുള്ള നോട്ടമാണെന്ന് ഡാനിക്ക് തന്നെ മനസ്സിലായി. എന്താടാ പുല്ലേ, കള്ളന്മാരെ നോക്കുന്നത് പോലെ ഞങ്ങളെ നോക്കുന്നത്? നീ ഒരു കള്ളനായതുകൊണ്ട് തന്നെ നല്ല അസല് റൊമാൻറ്റിക് കള്ളൻ. എന്താടാ നിനക്ക്? മറ്റേ ശവം പോയപ്പോൾ ഇപ്പം നീയായോ? ഡാനി ദേഷ്യത്തോടെ ചോദിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ കൂട്ടുപ്രതി എന്താ തെറ്റ് ചെയ്തവരെ പോലെ തല താഴ്ത്തി നിൽക്കുന്നത്? സാം നന്ദുവിനെ നോക്കി ചോദിച്ചു.
അത് കേട്ട് ഡാനി നന്ദുവിൻ്റെ ഇടുപ്പിലൊന്ന് പിച്ചി. ആ നിമിഷം തന്നെ അവൾ ഞെട്ടിക്കൊണ്ട് സാമിൻ്റെ മുഖത്തേക്ക് നോക്കി. കൂട്ടുപ്രതിയോ? അതാര്? അതിന് ഞങ്ങളെന്ത് കുറ്റമാണ് ചെയ്തത്? ഡാനി സംശയത്തോടെ സാമിനെ നോക്കി ചോദിച്ചു. അയ്യോ എൻ്റെ പൊന്നു ഡാനി, നീ വല്ലാതെ അങ്ങ് അഭിനയിക്കല്ലേ. നീ തെറ്റ് ചെയ്യുമ്പോഴേ തെളിവ് വെക്കാതെ ചെയ്യണ്ടേ മോനെ, അല്ലേ നന്ദുമോളെ? ഇതെന്തു പറ്റി നിന്റെ കഴുത്തിൽ? വല്ല പട്ടി കടിച്ചതാണോ? സാം ഡാനിയെ ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ട് നന്ദുവിനോടായി ചോദിച്ചു. സാം അത് ചോദിച്ചതും നന്ദു വിളറി വെളുത്തുപോയി. അവളൊന്നും മിണ്ടാതെ അവിടെ നിന്നും സ്വന്തം ക്യാബിനിലേക്ക് പോയി. ഇനി അവിടെ നിന്ന് ഇതിലേറെ നാണക്കേടാവുമെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. എന്താടാ പൊന്ന മോനെ നിനക്ക് വേണ്ടത്? അവൻ്റെ ഒരു പോലീസ് ചോദ്യം ചെയ്യൽ. ഡാനി കലിപ്പോടെ ചോദിച്ചു. എനിക്കൊന്നും വേണ്ടേ. അളിയൻ പോയി ചുണ്ടിൽ മരുന്ന് വെക്ക്, അല്ലെങ്കിൽ നാളെ ഇൻഫെക്ഷൻ ഉണ്ടാവും. എൻ്റെ പെങ്ങൾ നിന്നെ നല്ല രീതിയിൽ ആക്രമിച്ചങ്ങ് സ്നേഹിച്ചു എന്ന് തോന്നുന്നല്ലോ. സാം ചിരിച്ചുകൊണ്ട് ഡാനിയെ നോക്കി പറഞ്ഞു. ഓ, ഇതവളെ ജനിയെ ഉമ്മ വെക്കുന്ന കാര്യം പറഞ്ഞതിന് തന്ന സമ്മാനമാണ് കുട്ടിപ്പിശാച്ച്. നിനക്ക് വെച്ചിട്ടുണ്ടടി. നീ എന്നെ ഈ തെണ്ടിയുടെ മുന്നിലിട്ട് കൊടുത്ത് മുങ്ങിയല്ലേ? ഡാനി നന്ദുവിനെ ഓർത്ത് മനസ്സിൽ പറഞ്ഞു. എന്നാൽ ഡാനിയുടെ ഓരോ ചലനവും നോക്കി ചിരിച്ചുകൊണ്ട് സാം പുറത്തേക്ക് പോയി. ഇനിയും അവിടെ നിന്ന് അവൻ്റെ കയ്യിൽ നിന്ന് കനത്തിൽ തന്നെ കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു.